വിദേശ ജോലി വാഗ്ദാനം നൽകി കോടികൾ തട്ടിയെടുത്ത കേസിലെ പ്രതി കാർത്തികയുടെ തട്ടിപ്പ് രീതികൾ പോലീസിനെ പോലും ഞെട്ടിച്ചതാണ്. തട്ടിപ്പ് പണം വിദേശത്ത് നിക്ഷേപിച്ചെന്നാണ് സൂചന. ഡോക്ടറാണെന്ന് പറഞ്ഞാണ് ഇവർ പലരിൽ നിന്നും പണം വാങ്ങിയത്. തട്ടിപ്പിൽ പ്രവാസി മലയാളിക്കും പങ്കുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇയാളെ ചോദ്യം ചെയ്താൽ കാർത്തികയുടെ വിദേശ നിക്ഷേപങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളിലും കൂടുതൽ വ്യക്തതയുണ്ടാകും. നിലവിൽ വിദേശത്തുള്ള യുവാവും കേസിൽ പ്രതിയാകുമെന്നാണ് സൂചന. എനിക്ക് പറ്റിച്ച് ജീവിക്കാൻ അറിയുള്ളൂ. അത് എന്റെ ബെഡ്ക്ക് പറ്റിക്കാനായിട്ട് നീക്ക് നിന്നിരുന്നത് എന്തിനാണ്? വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ കേസിൽ ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ഉടമയായ കാർത്തിക പ്രദീപിന്റെ സുഹൃത്തിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് പോലീസ്. കാർത്തിക വഴി മാൾട്ടയിലെത്തിയ സുഹൃത്ത് പിന്നീട് തട്ടിപ്പിൽ പങ്കാളിയാവുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. പാലക്കാട് സ്വദേശിയായ ഇയാളെ വിദേശത്ത് നിന്നെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്താനാണ് കൊച്ചി സെൻട്രൽ പോലീസിന്റെ ശ്രമം. കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. 1 കോടിയിലേറെ രൂപ കാർത്തിക തട്ടിയെടുത്തുവെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. UK ജോലി വാഗ്ദാനം ചെയ്ത് തൃശൂർ സ്വദേശിനിയിൽ നിന്ന് 5.23 ലക്ഷം രൂപ തട്ടിയെന്ന കേസിലാണ് കാർത്തിക പ്രദീപിനെ എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. UK സോഷ്യൽ വർക്കർ ജോലി ശരിയാക്കി നൽകാമെന്നായിരുന്നു കാർത്തികയുടെ വാഗ്ദാനം. എന്നാൽ ജോലി ലഭിക്കാതിരിക്കുകയും സംഭവം തട്ടിപ്പാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തതോടെയാണ് ഇവർ പോലീസിൽ പരാതി നൽകിയത്. ഇതിന് പിന്നാലെ വിവിധ ജില്ലകളിലായി 18ഓളം പരാതികളാണ് കാർത്തികയ്ക്കെതിരെ എത്തിയത്. തട്ടിയെടുത്ത പണം ഉപയോഗിച്ച് ആഡംബര ജീവിതം നയിക്കുകയാണ് ഇവർ ചെയ്തു വന്നിരുന്നത്. പണം തിരികെ ചോദിച്ചവരെ കാർത്തിക ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതിനായി കൊട്ടേഷൻ സംഘങ്ങളെയും കാപ്പ കേസ് പ്രതികളെയും ഉപയോഗിച്ചിരുന്നതായാണ് പോലീസ് നൽകുന്ന വിവരം. എറണാകുളം പുല്ലേപ്പടിക്ക് സമീപത്താണ് കാർത്തികയുടെ ടേക്ക് ഓഫ് ഓവർസീസ് എന്ന റിക്രൂട്ട്മെന്റ് ഏജൻസി പ്രവർത്തിച്ചു വന്നിരുന്നത്. ഡോക്ടറാണെന്ന് പറഞ്ഞാണ് ഇവർ പരിചയപ്പെടുത്തിയിരുന്നത്. ഓസ്ട്രേലിയ, ജർമ്മനി, UK, യുക്രൈൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് വിവിധ ജോലികൾ തരപ്പെടുത്തി നൽകാമെന്നായിരുന്നു ഇവരുടെ വാഗ്ദാനം. സോഷ്യൽ വർക്കർ ഉൾപ്പെടെയുള്ള ജോലികളും വാഗ്ദാനം ചെയ്തിരുന്നു. ഉദ്യോഗാർത്ഥികളിൽ നിന്നും 3 മുതൽ 8 ലക്ഷം രൂപ വരെയാണ് പ്രതി കൈക്കലാക്കിയിരുന്നത്. ഇവരുടെ കെണിയിൽ വീണവരിൽ ഏറെയും സ്ത്രീകളാണ്. എനിക്ക് പറ്റിച്ച് ജീവിക്കാൻ അറിയുള്ളൂ. അത് എന്റെ ബെഡ്ക്ക് പറ്റിക്കാനായിട്ട് നീക്ക് നിന്നിരുന്നത് എന്തിനാണ്? News 18 കൊച്ചി.